ദേശീയപാത ബൈപ്പാസിനായി വയൽ നികത്തുന്നതിനെതിരെ കീഴാറ്റൂർ വയൽക്കിളികളുടെ രണ്ടാംഘട്ട സമരപ്രഖ്യാപനം ഇന്ന്. കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ചിന് പിന്നാലെ കീഴാറ്റൂരിൽ വയലിൽ സമരപ്പന്തലും ഉയർത്തും. വിവരങ്ങളുമായി പ്രദീപ് ചേരുന്നു. പ്രദീപ്, കേരളം മുഴുവൻ കീഴാറ്റൂരിലേക്ക് എന്ന മുദ്രാവാക്യവുമായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. എന്തായി അവിടുത്തെ ഒരുക്കങ്ങൾ? ഇന്നെന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഗോപി, തീർച്ചയായും ഈ രണ്ടാംഘട്ട സമരത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ വയൽക്കിളികൾ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ CPM പ്രവർത്തകർ അഗ്നിക്കിരയാക്കിയ സമരപ്പന്തൽ വീണ്ടും ഉയർത്തുമെന്ന്. ആ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ പ്രാരംഭ നടപടികളാണ് വയൽക്കിളികൾ ഇപ്പോൾ കീഴാറ്റൂർ വയലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11:30 കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സുധാകരൻ, ബെന്നി ബെഹനാൻ, CMP നേതാവ് CP ജോൺ തുടങ്ങിയ നേതാക്കൾ ഈ കീഴാറ്റൂർ വയലിലെത്തി വയൽക്കിളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചത്. അല്പസമയത്തിനകം തന്നെ അവർ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ജനപക്ഷത്തിന്റെ നേതാവ് PC ജോർജ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കണ്ണൂരിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ VM സുധീരനാണ് ഈ പരിപാടി ഇന്നത്തെ രണ്ടാംഘട്ട സമരപ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുക എന്നാണ് അറിയിച്ചത്. ദയാബായി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെത്തും. CR നീലകണ്ഠന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും ഒരു നിര തന്നെ ഇന്നത്തെ ഈ രണ്ടാംഘട്ട സമരപ്രഖ്യാപനത്തിനായി എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു പരിപാടികളാണ് രണ്ടാംഘട്ട സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കീഴാറ്റൂർ വയലിൽ നെൽകൃഷി സംരക്ഷിക്കുക, കൂടാതെ ഇവിടുത്തെ തണ്ണീർത്തടം സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഇപ്പോഴും വയൽക്കിളികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ തളിപ്പറമ്പ് പ്രദേശത്തിന്റെ ആകെ ഒരു ജലസംഭരണിയാണ് ഈ കീഴാറ്റൂർ വയലെന്ന് ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ സർക്കാർ അല്പം മയപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലിവേറ്റഡ് ഹൈവേ അല്ലെങ്കിൽ മേൽപ്പാലത്തിന്റെ ഒരു നിർദ്ദേശം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിക്ക് കത്തയച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ അല്പം നിലപാട് മയപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മേൽപ്പാലം ഇതുവഴിയാണെങ്കിൽ കൂടിയും അത് ഏത് രീതിയിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് വയൽക്കിളികൾ ഇപ്പോൾ പ്രഖ്യാപിച്ച നിലപാട്. എന്തായാലും വയൽക്കിളികൾ അവരുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം അവരുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ്, പരിസ്ഥിതിയുടെ പ്രശ്നമാണ്, ജീവൽ പ്രശ്നമാണ് എന്ന ഒരു കാര്യമാണ് വയൽക്കിളികൾ മുമ്പോട്ട് വെക്കുന്നത്. അത്തരത്തിൽ സമരം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് അല്പസമയം മുൻപ് നമ്മോട് സംസാരിച്ച വയൽക്കിളികളുടെ നേതാവ് സുരേഷ് കീഴാറ്റൂരും പറഞ്ഞത്. 11:30 കോൺഗ്രസ് നേതാക്കളെത്തും. ഉച്ചയ്ക്ക് 2:30 തളിപ്പറമ്പിൽ നിന്നും കീഴാറ്റൂർ വയലിലേക്ക് 2000-ഓളം പേർ അണിനിരക്കുന്ന ഒരു മാർച്ച് നടത്തുന്നതിന് ശേഷമായിരിക്കും ഈ കീഴാറ്റൂർ വയലിലെ ഇപ്പോൾ കെട്ടിയുയർത്തിയിരിക്കുന്ന ഈ സമരപ്പന്തലിൽ രണ്ടാം ഘട്ട സമര പ്രഖ്യാപനം നടക്കുക. ഗോപി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. 1.5 വർഷമായി സമരം ചെയ്യുന്ന വയൽക്കിളികളുമായി സർക്കാർ സമവായങ്ങൾക്ക് തയ്യാറാവുന്നത് സ്വാഗതാർഹമാണെന്ന് സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. എന്നാൽ എല്ലാ സാധ്യതകളും പരിശോധിച്ച ശേഷം മാത്രമേ എലിവേറ്റഡ് ഹൈവേ എന്ന ആശയത്തോട് യോജിക്കാനാകൂ എന്നും അദ്ദേഹം ന്യൂസ് 18 പറഞ്ഞു. ഈ 1.25 വർഷമായി വയൽക്കിളി സമരത്തിന് വലിയ തോതിൽ കേരളീയ സമൂഹത്തിന്റെ, ഇന്ത്യൻ ജനസമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചപ്പോൾ സർക്കാർ ഒരു വട്ടം ചുവട് മാറ്റുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന കാര്യം മനസ്സിലായി. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഒരു ചർച്ച നടത്തി ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകൾ പരിശോധിച്ചിട്ട് ഒടുവിൽ അതൊന്നും പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം പരിഗണിക്കാം. എങ്കിലും സർക്കാർ ഇന്നത്തെ ആ തുടക്കം എന്ന നിലയിൽ ഈ വിഷയത്തോടുള്ള മയപ്പെടുത്തിയത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ആംബുലൻസിൽ രോഗിയെ തല കീഴായി കിടത്തിയ സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പാലക്കാട് സ്വദേശി ഷെരീഫിനെതിരെയാണ് കേസെടുത്തത്. രോഗി ഇന്നലെ മരിച്ചിരുന്നു. ശരൺ ചേരുന്നു. ശരൺ, എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് രോഗിയോട് വളരെ ക്രൂരമായി പെരുമാറിയ ഡ്രൈവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് പാലക്കാട് സ്വദേശി ഷെരീഫിനെതിരെയാണ് 336 വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. നമുക്കറിയാം, വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഈ ഒരു സംഭവം. അതായത് വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയെ എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. അതായത് രോഗി മലമൂത്ര വിസർജനം ആശുപത്രിയിൽ ആംബുലൻസിൽ രോഗി മലമൂത്ര വിസർജനം നടത്തിയെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഡ്രൈവർ വളരെയേറെ ക്രൂരമായി പെരുമാറിയത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി വലിയ പ്രതിഷേധം ഷെരീഫിനെതിരെ ഉയരുകയുമായിരുന്നു. ഏതായാലും രോഗി 2 ദിവസത്തെ വെന്റിലേറ്ററിൽ ആയിരുന്നു. അതിനുശേഷം ഇന്നലെ പുലർച്ചയോടുകൂടി മരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് ഷെരീഫിനെതിരെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിയത്. പോരാട്ടച്ചൂടിൽ ചെങ്ങന്നൂർ.
UDF-ലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന KM മാണി. UDF-ലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോഴില്ല. LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് തന്നെ വന്ന് കാണുമ്പോൾ കാനം വോട്ട് വേണ്ട എന്ന് പറയുകയാണ്. ചെങ്ങന്നൂരിൽ CPI-യുടേത് ഇരട്ടത്താപ്പാണെന്നും KM മാണി വിമർശിച്ചു. ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മാണി നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങൾ ഈ തിരിച്ചുപോക്കിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതിനൊരു ആവേശവും ഞങ്ങൾക്കില്ല. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ കേരള കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കും. ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്നും KM മാണി വ്യക്തമാക്കി. നോട്ടിഫിക്കേഷൻ ആയില്ല, അനൗൺസ്മെന്റ് ആയില്ല. അനൗൺസ്മെന്റ് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി കൂടി ഞങ്ങളുടെ നയങ്ങൾ ആവിഷ്കരിക്കുക. കേരള കോൺഗ്രസ് വിഷയം CPM, CPI ദേശീയ നേതാക്കൾ ചർച്ച ചെയ്യുന്നത് തങ്ങളുടെ സ്വീകാര്യതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന്റെയും CPI-യുടെ 14 ജില്ലയിൽ നടന്ന സമ്മേളനത്തിലും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ സ്വീകാര്യതയാണ് അത് തെളിയിക്കുന്നത്. നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് മാണിയുടെ പ്രതികരണം ഇങ്ങനെ: ആരുടെയും പേര് നിശ്ചയമൊന്നും പറഞ്ഞിട്ടില്ല. ചുവ വഴിയെ പോകുന്ന ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കാൻ നമ്മളെന്താ ചെയ്യുന്നത്? ന്യൂസ് 18 കോട്ടയം. മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ ഊന്നിയാണ് BJP സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണവും നിർദ്ദിഷ്ട ശബരി മ്യൂസിയവുമാണ് BJP പ്രചരണത്തിന്റെ തുറുപ്പുചീട്ട്. ശ്രീധരൻപിള്ളയുടെ ദില്ലി യാത്രയിൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഫണ്ട് അനുവദിക്കുന്നതിൽ തീരുമാനമുണ്ടായതെന്ന് BJP അവകാശപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് ഒപ്പം ശബരി മ്യൂസിയം, പരുമലപ്പള്ളിയെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയ പദ്ധതികളും യാഥാർത്ഥ്യമാകുമെന്ന് സ്ഥാനാർത്ഥി. ശബരി മലയോട് ബന്ധപ്പെട്ട ഒരു മ്യൂസിയം തുടങ്ങാൻ ഉള്ള അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പരുമലപ്പള്ളി അതും ടൂറിസ്റ്റ് മാപ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. പുതിയ പ്രഖ്യാപനത്തോട് ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേന്ദ്ര സർക്കാർ 20 കോടി രൂപ അനുവദിച്ചായിട്ട് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അറിയില്ല. പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ 3 വർഷം 4 വർഷം ആയിരിക്കുന്നു ഭരണത്തിൽ കയറിയിട്ട്. അതിൻ്റെ ഒരു വികസനം ഇവിടെ ചെങ്ങന്നൂരിൽ വന്നിട്ടില്ല. ഇത് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. വരട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. ഇവിടെ വികസനം അത്യാവശ്യമാണ്. ഒന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ഇച്ചിരൂടെ മെച്ചപ്പെടാനുണ്ട്. പിന്നെ ടോയ്ലറ്റ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പുരോഗമിക്കാനുണ്ട്. വികസന വിഷയങ്ങളിലൂന്നിയാവും മണ്ഡലത്തിൽ തങ്ങളുടെ പ്രചരണമെന്ന് നേരത്തെ CPM വ്യക്തമാക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ നവീകരണവും ശബരി മ്യൂസിയവും വോട്ട് നേടിത്തരുമെന്നാണ് BJP-യുടെയും പ്രതീക്ഷ. ന്യൂസ് 18 ചെങ്ങന്നൂർ. സിറോ മലബാർ സഭ ഭൂവിവാദം പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അതിരൂപതയിൽ മെത്രാന്മാരുടെയും വൈദികരുടെയും അൽമായരുടെയും കൂട്ടായ്മയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. താനും മെത്രാന്മാരും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നതാണ് ശരിയെന്നും ഓശാന തിരുനാൾ സന്ദേശത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. നമ്മുടെ അതിരൂപതയിലെ ഭൂമി വിൽപ്പനയെ സംബന്ധിച്ചുണ്ടായ എല്ലാ വിവാദങ്ങളും പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒരു ആത്മനിശ്വാസത്തിന് അവസരം നൽകുകയാണ്, ഒരാശ്വാസം. അത് പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒന്നിച്ചു നിന്നുകൊണ്ട് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ എന്ന് ഞങ്ങൾ 3 പിതാക്കന്മാരും, പിന്നെ സുഭാഷ് നടേന്ദ്രക്ക് പിതാവും ജോസ് പുത്തമ്മീട്ടിൽ പിതാവും ഞാനും ചേർന്ന് ഒരു പ്രസ് റിലീസ്, പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പത്രങ്ങളിൽ വരും. അതിൽ പറയുന്നതാണ് യഥാർത്ഥമായ സത്യം.